ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. അപ്പം നമുക്കിന്ന് പൊളിറ്റിക്സിൻ്റെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അതർ കൈൻഡ്സ് ഓഫ് ഇക്വാലിറ്റി. കാന്ത ഈസ് വൺ ഓഫ് മെനി പീപ്പിൾ who live in democratic India and who have the right to vote, but whose daily living and working condition are far from equal. അപ്പം കാന്തയും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. അതായത് നമ്മുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ അവരുടെ ലിവിങ്ങും അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസും ഒക്കെ ഈ ഈക്വാലിറ്റിയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. Apart from being poor, people in India experience inequality in different ways. Let us see what this means by reading the two stories given below. Each of these is based on real incidents in people's lives and reflects the different kinds of inequalities that exist in India. അപ്പം പാവങ്ങളാണ് അല്ലെ പോവേർട്ടി അല്ലെ വെൽത്തിൻ്റെ ബേസിസിലുള്ള ഇനീക്വാലിറ്റിക്ക് ഉപരിയായി ഒരുപാട് ഇനീക്വാലിറ്റീസ് നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, അത് രണ്ട് സ്റ്റോറീസ് ഇവിടെ പറയുന്നുണ്ട്. ആ സ്റ്റോറീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ രാജ്യത്തിപ്പോൾ നടക്കുന്ന ഇനീക്വാലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, one of the more common forms of inequality in India is the caste system. If you live in a rural India, your caste identity is something that you probably learned or experienced very young. അപ്പം ഇനീക്വാലിറ്റിയുടെ ഒരു കോമൺ ഫോമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ റൂറൽ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ ഈ കാസ്റ്റ് ഐഡൻറ്റിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. If you live in urban India, some of you might think that people no longer believe in caste. But just look at these matrimonials shown from a leading English newspaper and you will see how important the issue of caste continues to be in the minds of highly educated urban Indians. അപ്പം നമ്മൾ വിചാരിക്കും urban ഇന്ത്യയിൽ ആൾക്കാരൊക്കെ കാസ്റ്റിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഒന്നും അവിടെ ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു മാട്രിമോണിയൽ സൈറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ മാട്രിമോണിയൽ കോളം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും കാസ്റ്റിൻ്റെ ബേസിസിലാണ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്തേക്കുന്നത് അല്ലേ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റ്സിൽ നിന്ന് തന്നെ മനസ്സിലാവും urban ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്കും കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ റൂറൽ ഇന്ത്യയിൽ മാത്രമല്ല urban ഇന്ത്യയിലും ഈ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Now let us read a story about the experiences of a Dalit child attending school. You have already read about Dalits in class 6 book. Dalit is a term that the so-called lower caste used to address themselves. Dalit means broken, and by using this word, lower caste are pointing to how they were and continue to be seriously discriminated against. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫസ്റ്റ് വായിക്കാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ദലിത് ചൈൽഡ് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ദലിത് എന്നുള്ള വേർഡുമായിട്ട് ഫെമിലിയർ ആണ് അല്ലേ. നമ്മൾ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ദലിത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. ദലിത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ദലിത് എന്ന് പറയുന്നത്. ദലിത്തിൻ്റെ മീനിങ് എന്താ എന്ന് വെച്ചാൽ ബ്രോക്കൺ എന്ന് വെച്ചാൽ തകർന്നത്. ഓക്കെ, ദലിത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തകർന്നത് എന്നാണ്. ഓക്കെ, ഇത് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർ സീരിയസ് ആയിട്ട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഈ ടേം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. Om Prakash Valmiki is a famous Dalit writer. In his autobiography, Judan, he writes, I had to sit away from others in the class, and that too on the floor. The mat ran out before reaching the spot I sat on. അപ്പം ഓം പ്രകാശ് വാൽമീകി എന്ന് പറയുന്നൊരു ഫേമസ് ആയിട്ടുള്ളൊരു ദലിത് റൈറ്ററാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ജൂതൻ. ഓക്കെ, അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം തൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത ഇനീക്വാളിറ്റിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയണത്? അദ്ദേഹം ക്ലാസ്സിൽ നിലത്തായിരുന്നു ഇരുന്നതെന്ന്, മറ്റു കുട്ടികളിൽ നിന്ന് ദൂരെ നിലത്തായിരുന്നു അദ്ദേഹം ഇരുന്നത്.
അതുപോലെ തന്നെ മറ്റു കുട്ടികൾ ഇരുന്ന മാറ്റ് അദ്ദേഹം ഇരിക്കുന്നതിന് മുന്നേ വെച്ച് തന്നെ തീർന്നു പോകുന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാറ്റിൽ പോലും ഇരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. Sometimes I would have to sit way behind everybody, right near the door. Sometimes they would beat me without any reasons. ചില സമയം ഡോറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ അദ്ദേഹത്തെ തല്ലുമായിരുന്നു. When he was in class 4, the headmaster asked Om Prakash to sweep the school and the playground. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഓം പ്രകാശിനോട് പറഞ്ഞു സ്കൂള് അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ടും തൂക്കാൻ, സ്വീപ്പ് ചെയ്യാനായിട്ട് ഹെഡ് മാസ്റ്റർ ഓം പ്രകാശിനോട് പറഞ്ഞു. ഹി റൈറ്റ്സ്, ദ പ്ലേ ഗ്രൗണ്ട് വാസ് വെരി ലാർജർ ദാൻ മൈ സ്മോൾ ഫിസിക് കുഡ് ഹാൻഡിൽ ആൻഡ് ഇൻ ക്ലീനിങ് ഇറ്റ് മൈ ബാക്ക് ബിഗാൻ ടു ഏക്ക്. അപ്പം ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ എന്ത് വലുതാണല്ലേ. അപ്പം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി ഈ പ്ലേ ഗ്രൗണ്ടൊക്കെ തൂക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പാടായിരിക്കും അല്ലേ. അദ്ദേഹത്തെയും ആ പ്ലേ ഗ്രൗണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്തപ്പം പ്ലേ ഗ്രൗണ്ട് അദ്ദേഹത്തിനേക്കാൾ എന്ത് വലുതാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്ക് ബിഗാൻ ടു ഏക്ക് എന്ന് വെച്ചാൽ നടുവൊക്കെ വേദനിക്കാൻ തുടങ്ങി. മൈ ഫേസ് വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തൂത്തുകൊണ്ടിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം മുഴുവൻ പൊടി കൊണ്ട് കവർ ചെയ്തിരുന്നു. ഡസ്റ്റ് ഹാഡ് ഗോൺ ഇൻസൈഡ് മൈ മൗത്ത്. അതുപോലെ തന്നെ പൊടി അദ്ദേഹത്തിൻ്റെ വായിലും പോയി. ദി അതർ ചിൽഡ്രൻ ഇൻ മൈ ക്ലാസ് വെയർ സ്റ്റഡിങ് ആൻഡ് ഐ വാസ് സ്വീപ്പിംഗ്. മറ്റു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ പ്ലേ ഗ്രൗണ്ടും സ്കൂളും ഒക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. Headmaster was sitting in his room and watching me. I was not even allowed to get a drink of water. I swept the whole day. അപ്പം ഇങ്ങനൊരു ജോലി കൊടുത്തിട്ട് ഹെഡ് മാസ്റ്റർ തൻ്റെ റൂമിലിരുന്നുകൊണ്ട് വാച്ച് ചെയ്യുകയാണ്, ഇവന് ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, പ്ലേ ഗ്രൗണ്ട് തൂക്കുന്നുണ്ടോ എന്ന് ഹെഡ് മാസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലുമുള്ള അനുവാദമുണ്ടായിരുന്നില്ല. അവൻ ആ ഡേ ഫുള്ള് തൂത്തുകൊണ്ടിരുന്നു. From the doors and windows of the school rooms, the eyes of the teachers and the boys saw this spectacle. അതുപോലെ തന്നെ ടീച്ചേഴ്സും ബാക്കിയുള്ള കുട്ടികളും ഒക്കെ ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ഇരുന്നു. Om Prakash was made to sweep the school and the playground for the next couple of days, and this only came to an end when his father, who happened to be passing by, saw his son sweeping. ഇതുപോലെ തന്നെ അടുത്ത 2 ദിവസത്തേക്കും ഓം പ്രകാശിനെ കൊണ്ട് തന്നെ ഈ പ്ലേ ഗ്രൗണ്ട് തൂത്തുകൊണ്ട് ഇരുന്നു. ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം ഓം പ്രകാശ് പ്ലേ ഗ്രൗണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും ചെയ്തു. പക്ഷേ ഇതെന്നാണ് അവസാനിച്ചത്? ഒരു ദിവസം ഓം പ്രകാശിൻ്റെ അച്ഛൻ ആ വഴി വരികയും ഈ മകൻ നിന്ന് പ്ലേ ഗ്രൗണ്ട് തൂക്കുന്നത് കാണുകയും ചെയ്തു. He confronted the teachers and then walking away from the school, holding Om Prakash's hand, he said loudly for all of them to hear, "You are a teacher, so I am leaving now. But remember this much, master. He will study right here in this school, and not just him, but there will be more coming after him." അപ്പം ഇത് കണ്ട് വളരെ വിഷമമായിട്ട് അദ്ദേഹം മകനെ ഓം പ്രകാശിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, നിങ്ങളൊരു ടീച്ചറായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ ഇത് ഓർത്തോളുക, എൻ്റെ മകൻ മാത്രമല്ല ഇവനെ പോലത്തെ ഒരുപാട് കുട്ടികൾ ഇനിയും സ്കൂളിൽ വന്ന് പഠിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓം പ്രകാശിനെ വിളിച്ചുകൊണ്ട് സ്കൂൾ വിട്ടു പോകുന്നത്. The second story is based on an incident that took place in one of the India's larger cities and is common practice in most parts of the country. It is a story about Mr. and Mrs. Ansari who were looking to rent an apartment in the city. They had the money and so paying the rent was no problem. They went to a property dealer for help to find a place. The dealer informed them that he knew about quite a few apartments that were available for rent. They visited the first apartment and the Ansaris liked it very much and decided to take it. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റോറി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറി ഇന്ത്യയിലെ തന്നെ ഒരു ലാർജർ സിറ്റിയിൽ നടന്ന ഒരു കഥയാണ് ഈ പറയാൻ പോണത്. ഇവിടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് അൻസാരി എന്ന് പറയുന്ന ഒരു കപ്പിൾ, അവർ ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനെടുക്കാനായിട്ട് ആ സിറ്റിയിൽ ഒരു പ്രോപ്പർട്ടി ഡീലറിനെ
കണ്ടുമുട്ടി. അദ്ദേഹത്തിനാണ് ഒരുപാട് ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ്സ് റെൻറ്റിന് കൊടുക്കുന്നത് അറിയാമായിരുന്നു. അപ്പം അവർ ആ അപ്പാർട്ട്മെൻറ്റ് കാണാനായിട്ട് പോവുകയും അതിൽ ആദ്യം കണ്ട അപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ കപ്പിൾസിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, ഈ കപ്പിളിന് ഇഷ്ടപ്പെടുകയും ചെയ്ത് അവരത് റെൻറ്റിനെടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. However, when the landlady found out their names, she made an excuse about how she could not rent the house to someone who ate meat because the building did not have any non-vegetarian residents. Both the Ansaris and the property dealer were surprised to hear this because they could smell fish being cooked in the neighbor's house. ഓക്കെ, അപ്പം ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവർക്ക് മനസ്സിലായി ഇവരുടെ പേരുകൊണ്ട് തന്നെ ഇവരേത് റിലീജിയനിൽ നിന്നുള്ളതാണെന്ന് പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്കും അത് മനസ്സിലായിട്ട് അവർ പറഞ്ഞു, ഇല്ല, ഞാൻ അപ്പാർട്ട്മെൻറ്റ് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കില്ല, റെൻറ്റിന് കൊടുക്കില്ല. ഈ ബിൽഡിങ്ങിൽ ആരും തന്നെ നോൺ വെജിറ്റേറിയൻസ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ അൻസാരിക്കും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡീലറിനൊക്കെ അടുത്ത് ആ ബിൽഡിങ്ങിൽ തന്നെ മറ്റൊരു ഫാമിലി ഈ ഫിഷ് മീൻ കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ബിൽഡിങ്ങിൽ നോൺ വെജൊക്കെ അനുവദിക്കും. പക്ഷേ ഇവരുടെ പ്രശ്നം ഈ പേരിൽ നിന്ന് അവർക്ക് മനസ്സിലായ റിലീജിയനാണ് അവരുടെ പ്രശ്നം. ഓക്കെ, അതിനാണ് അവർ നുണ പറയുന്നത്. The same excuse was repeated in the second and third apartments. Finally, the property dealer told them that they might want to change their names and call themselves Mr. and Mrs. Kumar. The Ansaris were reluctant to do this and decided to look some more. In the end, it took a whole month of looking at apartments before they found a landlady who was willing to give them a place on rent. ഓക്കെ, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു. സെക്കൻഡ് അപ്പാർട്ട്മെൻറ്റ് അവർ പോയി കണ്ടെടുത്തും തേർഡ് അപ്പാർട്ട്മെൻറ്റ്സിലും ഒക്കെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പം പ്രോപ്പർട്ടി ഡീലർ അവരോട് പറഞ്ഞു, ഈ പേരും കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പേര് മാറ്റി മിസ്റ്റർ ആൻഡ് മിസ്സസ് കുമാർ എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ കപ്പിൾ എന്ത് ചെയ്തു, അവർ സമ്മതിച്ചില്ല. അവർക്കതൊരു താല്പര്യമില്ലായിരുന്നു, ഇങ്ങനെ പേര് മാറ്റി അപ്പാർട്ട്മെൻറ്റ്സ് റെൻറ്റിനെടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവരത് സമ്മതിച്ചില്ല. അങ്ങനെ അവർ ഇതേ പേര് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പാർട്ട്മെൻറ്റ്സ് ഓരോന്നായിട്ട് നോക്കി. അവസാനം 1 മാസത്തോളം എടുത്തിട്ടാണ് അവർക്കൊരു അപ്പാർട്ട്മെൻറ്റ് റെഡി ആയത്. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.